ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. RRBയുടെ NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം ഓഗസ്റ്റ് 7 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നിങ്ങളുടെ ഫൈനൽ റൗണ്ട് ഓഫ് പ്രിപ്പറേഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദിശ അക്കാഡമി ഒരു GK ബൂസ്റ്റർ സീരീസ് ലോഞ്ച് ചെയ്യുകയാണ്. സോ വരാൻ പോകുന്ന എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാവുന്ന ഏരിയാസിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when appointing judges to the Supreme Court, the President of India must consult which of the following? സോ സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരെയാണ് മസ്റ്റ് ആയിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രൈം മിനിസ്റ്റർ, ഓപ്ഷൻ ബി ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഓപ്ഷൻ സി ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി ദ സ്പീക്കർ ഓഫ് ദി ലോക്സഭ. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. സോ സുപ്രീം കോടതി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പ്രസിഡന്റ് മസ്റ്റ് ആയിട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ കൺസൾട്ട് ചെയ്തിരിക്കണം. ഇനി സുപ്രീം കോടതി ജഡ്ജസിനെയും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും, സോ സുപ്രീം കോടതി ജഡ്ജസ് ആയിക്കോട്ടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരെയും അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. ബട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ആളെന്ന് പറയുന്നത് സുപ്രീം കോർട്ടിലെ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആയിരിക്കും. സോ സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ടിനെ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? പ്രസിഡന്റിന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കൂ. സോ സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ടിനെ മാത്രമേ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ഈ ഒരു കാര്യം മാൻഡേറ്ററി ആക്കിയത് സെക്കൻഡ് ജഡ്ജസ് കേസിലാണ്. സോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ് സെക്കൻഡ് ജഡ്ജസ് കേസ്. സോ സെക്കൻഡ് ജഡ്ജസ് കേസ് ഓഫ് 1993 സെക്കൻഡ് ജഡ്ജസ് കേസിന് ശേഷമാണ് ഈ ഒരു ക്രൈറ്റീരിയ മാൻഡേറ്ററി ആക്കിയത്. സുപ്രീം കോർട്ടിലെ സീനിയർ മോസ്റ്റ് ജഡ്ജിനെ മാത്രമേ CJI ആയിട്ട് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യാവൂ എന്നുള്ള ഈ ഒരു ക്രൈറ്റീരിയ മാൻഡേറ്ററി ആക്കി മാറ്റിയത് സെക്കൻഡ് ജഡ്ജസ് കേസ് ഓഫ് 1993 ശേഷമാണ്. ഇനി ബാക്കിയുള്ള ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നതും പ്രസിഡന്റ് തന്നെയാണ്. ബാക്കിയുള്ള സുപ്രീം കോടതി ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പ്രസിഡന്റ് ആരെ കൺസൾട്ട് ചെയ്യണം? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ കൺസൾട്ട് ചെയ്യണമെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്തെ പ്രൊവിഷൻസ് പറയുന്നത്. ആൻഡ് ഈ ഒരു കൺസൾട്ടേഷൻ എന്നുള്ള ടേമിനെ ചൊല്ലി ഒരുപാട് കോൺട്രവേഴ്സീസ് നടന്നിട്ടുണ്ട്. സോ ഈ കോൺട്രവേഴ്സീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 ഇമ്പോർട്ടൻറ്റ് കേസസ് ഉണ്ട്. സോ ഈ കോൺട്രവേഴ്സീസുമായിട്ട് ബന്ധപ്പെട്ട് 3 ഇമ്പോർട്ടൻറ്റ് കേസസ് ഉണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് കേസാണ് ഫസ്റ്റ് ജഡ്ജസ് കേസ്. 1982 ഫസ്റ്റ് ജഡ്ജസ് കേസാണ് ഈ കൺസൾട്ടേഷൻ എന്നുള്ള ടേമിനെ ചുറ്റിപ്പറ്റി വന്നിട്ടുള്ള ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ജഡ്ജസ് കേസ് ഓഫ് 1982. ഈ ഫസ്റ്റ് ജഡ്ജസ് കേസ് ഓഫ് 1982 സുപ്രീം കോർട്ട് പറഞ്ഞത് ഈ ഒരു കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് എന്തല്ല? കൺകറൻസ് അല്ല. പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ കൺസൾട്ട് ചെയ്താൽ മാത്രം മതി. എന്നാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഒപ്പീനിയൻ എന്തല്ല? പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് അല്ല എന്നാണ് ഫസ്റ്റ് ജഡ്ജസ് കേസ് ഓഫ് 1982 സുപ്രീം കോർട്ട് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു? സെക്കൻഡ് ജഡ്ജസ് കേസ് സംഭവിച്ചു. വീണ്ടും ഈ കൺസൾട്ടേഷൻ എന്നുള്ള ടേമിനെ ചൊല്ലി കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ടായി. ആൻഡ് മറ്റൊരു ഫേമസ് കേസ് ആയിട്ടുള്ള സെക്കൻഡ് ജഡ്ജസ് കേസ് വന്നു. സെക്കൻഡ് ജഡ്ജസ് കേസ് 1993. സോ 1993 ഈ ഒരു സെക്കൻഡ് ജഡ്ജസ് കേസിൽ സുപ്രീം കോർട്ട് മുമ്പുള്ള ഫസ്റ്റ് ജഡ്ജസ് കേസിലെ വിധി എന്ത് ചെയ്തു? തിരുത്തിയിട്ട് സുപ്രീം കോർട്ട് പറഞ്ഞത് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കൺകറൻസ് തന്നെയാണ്. പ്രസിഡന്റ് മറ്റുള്ള സുപ്രീം കോടതി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് എന്ത് ചെയ്യണം? കൺസൾട്ട് ചെയ്യണം. ആൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഒപ്പീനിയൻ എന്ന് പറയുന്നത് പ്രസിഡന്റിന് മുകളിൽ ബൈൻഡിങ് ആയിരിക്കും എന്നാണ് സെക്കൻഡ് ജഡ്ജസ് കേസിൽ സുപ്രീം കോർട്ട് പറയുന്നത്. ആൻഡ് ഇവിടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ സ്വന്തം ഒപ്പീനിയൻ മാത്രമല്ല, പകരം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യണം? സുപ്രീം കോർട്ടിലെ മറ്റ് 2 സീനിയർ മോസ്റ്റ് ജഡ്ജസിനെ കൂടി എന്ത് ചെയ്യണം? കൺസൾട്ട് ചെയ്യണം. സോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും സുപ്രീം കോർട്ടിലെ മറ്റ് 2 സീനിയർ മോസ്റ്റ് ജഡ്ജസും അടങ്ങുന്ന ഒരു കൊളീജിയം ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പ്രസിഡന്റിന് റെക്കമെൻഡേഷൻസ് കൊടുക്കേണ്ടത്. സോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒറ്റയ്ക്കല്ല റെക്കമെൻഡേഷൻ കൊടുക്കേണ്ടത്, പകരം CJIയും സുപ്രീം കോർട്ടിലെ 2 സീനിയർ മോസ്റ്റ് ജഡ്ജസും ആയിട്ടുള്ള ഈ 3 അംഗ കൊളീജിയം എന്ത് ചെയ്യണം? പ്രസിഡന്റിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കണം എന്നാണ് ഈ ഒരു കേസിൽ സുപ്രീം കോർട്ട് എന്ത് ചെയ്തത്? വിധിച്ചത്. ആൻഡ് അതിനുശേഷം എന്ത് ചെയ്തു?
ആൻഡ് ഈ ഒരു കേസാണ് എന്ത് ചെയ്യുന്നത്, കൊളീജിയം എന്നുള്ള സിസ്റ്റം ആദ്യമായിട്ട് നിലവിൽ കൊണ്ടുവരുന്നത്. സോ സുപ്രീം കോടതി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്ന ഈ ഒരു കൊളീജിയം സിസ്റ്റം നിലവിൽ വരുന്നത് സെക്കൻഡ് ജഡ്ജസ് കേസ് ഓഫ് 1993 ശേഷമാണ്. ആൻഡ് അതിനുശേഷം എന്ത് ചെയ്തു, മറ്റൊരു ഫേമസ് കേസ് ആയിട്ടുള്ള തേർഡ് ജഡ്ജസ് കേസ് നടന്നു. സോ തേർഡ് ജഡ്ജസ് കേസ് ഓഫ് 1998 എന്ത് ചെയ്തു, തേർഡ് ജഡ്ജസ് കേസ് നടക്കുന്നു. തേർഡ് ജഡ്ജസ് കേസിൽ എന്ത് ചെയ്തു, സുപ്രീം കോർട്ട് സെക്കൻഡ് ജഡ്ജസ് കേസിലെ വിധി എന്ത് ചെയ്തു, ഒന്നും കൂടി മോഡിഫൈ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇവിടെയും CJയുടെ കൺസൾട്ടേഷൻ, അതായത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ കൺസൾട്ട് ചെയ്യണം എന്നുള്ളത് എന്താണ്, മാൻഡേറ്ററി ആണ്. ആൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഒപ്പീനിയൻ എന്താണ്, പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് ആണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ CJI സ്വയം അല്ല ഒപ്പീനിയൻ കൊടുക്കേണ്ടത്, പകരം സുപ്രീം കോർട്ടിലെ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസിനെ കൂടി എന്ത് ചെയ്യണം, കൺസൾട്ട് ചെയ്യണം. സോ തേർഡ് ജഡ്ജസ് കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞത്, സുപ്രീം കോടതി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്ന കേസിൽ പ്രസിഡന്റിന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ റെക്കമെൻഡേഷൻസ് കൊടുക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സ്വയം കൊടുക്കാൻ പാടില്ല, പകരം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും മറ്റ് 4 സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജസും അടങ്ങുന്ന ഒരു 5 മെമ്പർ കൊളീജിയം ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പ്രസിഡന്റിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കേണ്ടതെന്നാണ് തേർഡ് ജഡ്ജസ് കേസിൽ എന്ത് ചെയ്യുന്നത്, സുപ്രീം കോർട്ട് വിധിക്കുന്നത്. സോ ഇതാണ് സുപ്രീം കോടതി ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കേസസ്. Next question. The concept of a mixed economy was central to India's early planning strategies. In the context of India's 5-year plans, what does the term mixed economy refers to? So, ഇന്ത്യയുടെ 5-year പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട് മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്തായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ ഈ മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞിട്ടുള്ള ടേം എന്തിനെയാണ് റെഫർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, an economy fully controlled by the private sector. Option B, an economy solely managed by the central government. Option C, an economy where both public and private sector coexist and participate in the economic development. Option D, an economy that relies only on foreign investment and trade. So mixed economy യുടെ correct definition എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. An economy where both the public and the private sector coexist with each other. So mixed economy എന്ന് പറയുമ്പോൾ ഇവിടെ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടർ എന്ത് ചെയ്യുന്നു, കോ എക്സിസ്റ്റ് ചെയ്യുന്നു. ആൻഡ് അതുപോലെ തന്നെ എക്കോണമിക് ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നു, ഇവർ രണ്ടുപേരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ എക്കോണമീസിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ദർ ആർ 3 ടൈപ്സ് ഓഫ് എക്കോണമി. സോ എക്കോണമിയെ 3ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫേസ്റ്റ് വൺ ആണ് എന്ത്, ഫ്രീ മാർക്കറ്റ് എക്കോണമി. സോ ഫേസ്റ്റ് വൺ ആണ് ഫ്രീ മാർക്കറ്റ് എക്കോണമി. സോ ഫ്രീ മാർക്കറ്റ് എക്കോണമിയെ മറ്റൊരു പേര് കൂടി വിളിക്കാറുണ്ട്, അതാണെന്ത്, ക്യാപിറ്റലിസം. സോ ഫ്രീ മാർക്കറ്റ് എക്കോണമിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്യാപിറ്റലിസം. സോ ഫ്രീ മാർക്കറ്റ് എക്കോണമി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫ്രീഡം ഓഫ് എന്റർപ്രൈസ് എന്താണ്, അലൗഡ് ആണ്. ഇവിടെ പ്രൈവറ്റ് സെക്ടറിനും റിസോഴ്സസ് ഓൺ ചെയ്യാം, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്, പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ ഈ ഒരു ഫ്രീ മാർക്കറ്റ് എക്കോണമിയിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്തായിരിക്കും, വളരെയധികം കുറവായിരിക്കും. അതിനെ നമ്മൾ ലേസസ് ഫെയർ എന്ന് വിളിക്കും. സോ ഇവിടെ എക്കോണമിയെ കൺട്രോൾ ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡ്, സപ്ലൈ ആൻഡ് കോമ്പറ്റീഷൻ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എക്കോണമി ആണെന്ത്, സെൻട്രലി പ്ലാൻഡ് എക്കോണമി. സോ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എക്കോണമിയാണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി. സോ സെൻട്രലി പ്ലാൻഡ് എക്കോണമിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, അതാണ് സോഷ്യലിസം. സോ സെൻട്രലി പ്ലാൻഡ് എക്കോണമി എടുത്താൽ ഇവിടെ റിസോഴ്സസ് ഓൺ ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഗവൺമെന്റ് ആയിരിക്കും. വെൽഫെയർ മോട്ടീവോട് കൂടിയായിരിക്കും എന്ത് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ പ്രൈവറ്റ് സെക്ടറിന് എന്ത് കാണില്ല, പ്രത്യേകിച്ച് യാതൊരുവിധ റോളും കാണില്ല. ഇവിടെ എക്കോണമിയെ റെഗുലേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്, ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് പ്ലാനിംഗ് വഴിയാണ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് എക്കോണമി ആണെന്ത്, മിക്സഡ് എക്കോണമി. സോ മിക്സഡ് എക്കോണമി എന്ന് പറയുമ്പോൾ പേര് പറയുന്ന പോലെ തന്നെ ഫ്രീ മാർക്കറ്റ് എക്കോണമിയുടെയും അതുപോലെ തന്നെ സെൻട്രലി പ്ലാൻഡ് എക്കോണമിയുടെയും ക്യാരക്ടറിസ്റ്റിക്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള, മിക്സ് ചെയ്തിട്ടുള്ള ഒരു എക്കോണമിയാണ് എന്ത്, മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. ഇവിടെ പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്നു. രണ്ടുപേരും റിസോഴ്സസ് ഓൺ ചെയ്യുന്നു, രണ്ടുപേരും ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ എക്കോണമിയെ റെഗുലേറ്റ് ചെയ്യുന്നത് പാർട്ട്ലി ബൈ മാർക്കറ്റ് ഫോഴ്സസും ആൻഡ് പാർട്ട്ലി ബൈ ഗവൺമെന്റ് പ്ലാനിങ്ങും ആണ്. സോ ഗവൺമെന്റും അതുപോലെ തന്നെ മാർക്കറ്റ് ഫോഴ്സസും എന്ത് ചെയ്യുന്നു, ഒരുപോലെ ഇവിടെ എക്കോണമിയെ റെഗുലേറ്റ് ചെയ്യുന്നു. സോ അതാണെന്ത്, മിക്സഡ് എക്കോണമി.
So next question, the Mahalwari system was prevalent in certain regions of India, certain regions of northern and central India. From whom was a land revenue collected under the Mahalwari system? സോ നോർത്തേൺ ആൻഡ് സെൻട്രൽ ഇന്ത്യയിൽ പ്രിവേലന്റ് ആയിട്ടുള്ള സിസ്റ്റം ആയിരുന്നു എന്ത്, മഹൽവാരി സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സിസ്റ്റത്തിൽ ലാൻഡ് റവന്യൂ ആരുടെ കയ്യിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ദ വില്ലേജ് ഹെഡ്മാൻ, ഓപ്ഷൻ ബി ദ ഇൻഡിവിജ്വൽ ലാൻഡ് ഓണേഴ്സ്, ഓപ്ഷൻ സി ദ ലോക്കൽ സമീന്ദാസ് ഓർ ലാൻഡ് ലോഡ്സ്, ആൻഡ് ഓപ്ഷൻ ഡി ദ വില്ലേജ് കമ്മ്യൂണിറ്റി കളക്റ്റീവ്ലി. സോ മഹൽവാരി സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ മഹൽവാരി സിസ്റ്റത്തിൽ ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യുന്നത് വില്ലേജ് ഹെഡ്മാന്റെ കയ്യിൽ നിന്നാണ്. അതായത് ഓരോരോ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻഡിവിജ്വൽ ആയിട്ടല്ല ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യുന്നത്. പകരം ഒരു വില്ലേജ് ഹെഡ്മാൻ ഉണ്ടായിരിക്കും. ഒരു വില്ലേജ് ഉണ്ട്, ആ വില്ലേജിനെ എന്ത് വിളിക്കും, മഹൽ എന്ന് വിളിക്കും. സോ ഒരു വില്ലേജിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വില്ലേജസിനെ മഹൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് ആക്കി എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഈ ഒരു മഹലിന് എന്ത് കാണും, ഒരു വില്ലേജ് ഹെഡ്മാൻ കാണും. സോ ഈ ഒരു മഹലിൽ അല്ലെങ്കിൽ വില്ലേജിൽ എന്തുണ്ട്, ഒരു വില്ലേജ് ഹെഡ്മാൻ ഉണ്ട്. ഈ ഒരു വില്ലേജ് ഹെഡ്മാൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു വില്ലേജിലെ അല്ലെങ്കിൽ ആ ഒരു മഹലിലെ എല്ലാ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നും ലാൻഡ് റവന്യൂ കളക്ട് ചെയ്ത് അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏൽപ്പിക്കുന്നത്. സോ മഹൽവാരി സിസ്റ്റത്തിൽ ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യുന്നത് വില്ലേജ് ഹെഡ്മാന്റെ കയ്യിൽ നിന്നാണ്. വില്ലേജ് ഹെഡ്മാൻ എന്ത് ചെയ്യും, മഹലിലുള്ള എല്ലാ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നും റവന്യൂ കളക്ട് ചെയ്യും. ആൻഡ് ആ റവന്യൂ വില്ലേജ് ഹെഡ്മാൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷേഴ്സിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു മഹൽവാരി സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മഹൽവാരി സിസ്റ്റം ആദ്യമായിട്ട് ഡിവൈസ് ചെയ്യുന്നത് ഹോൾട്ട് മക്കൻസി ആണ്. സോ ഹോൾട്ട് മക്കൻസി ആണ് എന്ത് ചെയ്യുന്നത്, മഹൽവാരി സിസ്റ്റം ആദ്യമായിട്ട് ഡിവൈസ് ചെയ്യുന്നത്. 1882 എന്ത് ചെയ്യുന്നത്, ഹോൾട്ട് മക്കൻസി ഈ ഒരു മഹൽവാരി സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ഡിവൈസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു മഹൽവാരി സിസ്റ്റത്തിനെ ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുന്നത് ലോർഡ് വില്യം ബെന്റിക് ആണ്. സോ മഹൽവാരി സിസ്റ്റത്തിനെ ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്തത് ലോർഡ് വില്യം ബെന്റിക് ആണ്. സോ മഹൽവാരി സിസ്റ്റം ഡിവൈസ് ചെയ്തത് അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്തത് ഹോൾട്ട് മക്കൻസി ആണ് 1882. ബട്ട് ഈ ഒരു മഹൽവാരി സിസ്റ്റത്തിനെ കൂടുതൽ പോപ്പുലറൈസ് ചെയ്തത് ലോർഡ് വില്യം ബെന്റിക് ആയിരുന്നു. So next question, what type of majority is required to pass laws under Article 2 and Article 3 as per Article 4 Clause 2 of the Indian Parliament? So Article 2 പ്രകാരവും Article 3 പ്രകാരവും കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്തെങ്കിലും അമെൻഡ്മെന്റ്സ് കൊണ്ടുവരണമെങ്കിൽ Article 4 Clause 2 പറയുന്നത് എന്ത് മെജോറിറ്റി വേണമെന്നാണ്. ഓപ്ഷൻ എ സിമ്പിൾ മെജോറിറ്റി, ഓപ്ഷൻ ബി അബ്സല്യൂട്ട് മെജോറിറ്റി, ഓപ്ഷൻ സി സ്പെഷ്യൽ മെജോറിറ്റി അണ്ടർ ആർട്ടിക്കിൾ 368 ആൻഡ് ഓപ്ഷൻ ഡി യുനാനിമസ് വോട്ട്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സിമ്പിൾ മെജോറിറ്റി ആണ്. ഇനി ആർട്ടിക്കിൾ 2 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ യൂണിയനിലേക്ക് പുതിയൊരു സ്റ്റേറ്റിനെ, സോ ആർട്ടിക്കിൾ 2 എന്തിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ യൂണിയനിലേക്ക് പുതിയൊരു സ്റ്റേറ്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ആണ് ആർട്ടിക്കിൾ 2 പറയുന്നത്. സോ ഇന്ത്യൻ യൂണിയനിലേക്ക് പുതിയൊരു സ്റ്റേറ്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ആർട്ടിക്കിൾ 2 ആൻഡ് ആർട്ടിക്കിൾ 3 എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സിൽ നിന്ന് പുതിയ സ്റ്റേറ്റ്സ് എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. സോ ഇന്ത്യയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്ത്യൻ യൂണിയനിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ നിന്ന് പുതിയ സ്റ്റേറ്റ്സ് എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിന്റെ ബൗണ്ടറീസോ പേരോ അങ്ങനെ ഏരിയയോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഓൾട്ടർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓൾട്ടറേഷൻ ഓഫ് നെയിം, ബൗണ്ടറി, ഏരിയ എക്സെട്ര. ഓൾട്ടറേഷൻ ഓഫ് നെയിം, ബൗണ്ടറി, ഏരിയ എക്സെട്ര. ഇതാണ് ആർട്ടിക്കിൾ 3 എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. സോ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സിൽ നിന്ന് പുതിയ സ്റ്റേറ്റ്സ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സിന്റെ ബൗണ്ടറീസ് ചേഞ്ച് ചെയ്യുന്നു, ഏരിയ ചേഞ്ച് ചെയ്യുന്നു, പേര് ചേഞ്ച് ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രൊവിഷൻസ് ആണ് ആർട്ടിക്കിൾ 3 എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ആർട്ടിക്കിൾ 2 പ്രകാരമോ ആർട്ടിക്കിൾ 3 പ്രകാരമോ പുതിയൊരു സ്റ്റേറ്റ് അഡ്മിറ്റ് ചെയ്യുകയോ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ചെയ്താലോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയോ ചെയ്താലോ അത് എവിടെ റിഫ്ലക്ട് ചെയ്യണം, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 4 ചേഞ്ചസ് കൊണ്ടുവരുത്തും. സോ ആർട്ടിക്കിൾ 2 പ്രകാരം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 3 പ്രകാരം, സോ ആർട്ടിക്കിൾ 2 പ്രകാരം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 3 പ്രകാരം
പുതിയ സ്റ്റേറ്റ്സ് അഡ്മിറ്റ് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ ബൗണ്ടറീസ് ചേഞ്ച് ചെയ്യുക, ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഷെഡ്യൂൾ 1-നകത്തും അതുപോലെ തന്നെ ഷെഡ്യൂൾ 4-നകത്തും എന്ത് ചെയ്യും, ചേഞ്ചസ് കൊണ്ടുവരും. ഷെഡ്യൂൾ 1 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സിന്റെ പേര്, അവരുടെ ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ്, ഇന്ത്യയിലുള്ള യൂട്ടീസിന്റെ പേര്, അവരുടെ ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ്, ഇതെല്ലാം ഷെഡ്യൂൾ 1-നകത്തുള്ളത്. ആൻഡ് ഷെഡ്യൂൾ 4 എന്ന് പറയുമ്പോൾ എന്താണ്, രാജ്യസഭയിലേക്കുള്ള സീറ്റ് അലോക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഷെഡ്യൂൾ 4-നകത്തുള്ളത്. സോ അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ടു രാജ്യസഭ. സോ രാജ്യസഭയിലേക്കുള്ള സീറ്റ് അലോക്കേഷൻ ആണ് ഷെഡ്യൂൾ 4-നകത്ത് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ പുതിയൊരു സ്റ്റേറ്റ് അഡ്മിറ്റ് ചെയ്താലോ എസ്റ്റാബ്ലിഷ് ചെയ്താലോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഷെഡ്യൂൾ 1-നകത്തും ആ ഒരു ചേഞ്ച് റിഫ്ലക്ട് ചെയ്യണം, ആൻഡ് ഷെഡ്യൂൾ 4-നകത്തും എന്ത് ചെയ്യണം, ആ ഒരു ചേഞ്ച് റിഫ്ലക്ട് ചെയ്യണം. ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്ന അമെന്റ്മെന്റ്സിന് സിമ്പിൾ മെജോറിറ്റി മാത്രം മതി എന്നാണ് എന്ത് ചെയ്യുന്നത്, ആർട്ടിക്കിൾ 4 പറയുന്നത്. സോ ആർട്ടിക്കിൾ 4 പറയുന്നതനുസരിച്ച് ആർട്ടിക്കിൾ 2 വഴിയോ ആർട്ടിക്കിൾ 3 വഴിയോ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അമെന്റ്മെന്റ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് സിമ്പിൾ മെജോറിറ്റി മാത്രമാണ് ആവശ്യമുള്ളതെന്നാണ് എന്ത് ചെയ്യുന്നത്, ആർട്ടിക്കിൾ 4 പറയുന്നത്. സോ നിങ്ങൾ നെക്സ്റ്റ് ഇയറിലുള്ള RRBയുടെ റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് ബേസിക് മുതൽ അഡ്വാൻസ് ലെവലിലേക്കുള്ള ക്ലാസ്സസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമി ഏറ്റവും പുതിയ റെയിൽവേ കംപ്ലീറ്റ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ എല്ലാ എക്സാംസിനും, റെയിൽവേയുടെ എല്ലാ എക്സാംസ്, NTPC ഗ്രാജുവേറ്റ്, NTPC അണ്ടർ ഗ്രാജുവേറ്റ്, ALP ടെക്നീഷ്യൻ, ഗ്രൂപ്പ് ഡി, അങ്ങനെയുള്ള എല്ലാ എക്സാംസിനും വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോഴ്സിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദിശ അക്കാഡമിയുടെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ പ്രിന്റഡ് ടെക്സ്റ്റ് ബുക്സ്, ദിശ അക്കാഡമിയുടെ തന്നെ സ്വന്തമായിട്ടുള്ള പ്രിന്റഡ് ടെക്സ്റ്റ് ബുക്സുകൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. ആൻഡ് അത് നിങ്ങളുടെ വീട്ടിലേക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ പേഴ്സണൽ മെന്റർഷിപ്പ്, ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർഷിപ്പും അവൈലബിൾ ആയിരിക്കും. ആൻഡ് ക്ലാസ്സസ് എല്ലാം ലീഡ് ചെയ്യുന്നത് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആയിരിക്കും. സോ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, 8075753676. So next question, the PM Kisan scheme launched by the central government falls under which category of boxes under the WTO's agreement on agriculture? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ എഗ്രിമെന്റ് ഓഫ് അഗ്രികൾച്ചറിന് അണ്ടറിൽ ചില ബോക്സസിനെ കുറിച്ചുള്ള മെൻഷൻ ഉണ്ട്. ഇതിൽ PM കിസാൻ സ്കീം, സെൻട്രൽ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന PM കിസാൻ സ്കീം ഏത് ബോക്സിന്റെ അണ്ടറിൽ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആംബർ ബോക്സ്, ബ്ലൂ ബോക്സ്, ഗ്രീൻ ബോക്സ്, റെഡ് ബോക്സ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗ്രീൻ ബോക്സ് ആണ്. സോ ഗ്രീൻ ബോക്സിലാണ് എന്ത് ചെയ്യുന്നത്, PM കിസാൻ സ്കീം ഫോളോ ചെയ്യുന്നത്. ഇനി എന്താണ് PM കിസാൻ സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ഇതാണെന്ത് PM കിസാൻ സ്കീം എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ ഒരു സ്കീമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാമേഴ്സിന്, ലാൻഡ് ഓണേഴ്സ് ആയിട്ടുള്ള ഫാമേഴ്സിന് എന്ത് ചെയ്യും, പെർ ഇയർ 6,000 rupees. സോ പെർ ഇയർ 6,000 rupees 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ലാൻഡ് ഓൺ ചെയ്യുന്ന ഫാമേഴ്സിന് 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് 6,000 rupees എന്ത് ചെയ്യുന്നുണ്ട്, പെർ ഇയർ സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് PM കിസാൻ സമ്മാൻ നിധി. വർഷം 6,000 rupees 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് എന്ത് ചെയ്യും, ലാൻഡ് ഹോൾഡ് ചെയ്യുന്ന ഫാമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു PM കിസാൻ സ്കീം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചറിൽ ഗ്രീൻ ബോക്സ് കാറ്റഗറിയിലാണ് എന്ത് ചെയ്യുന്നത്, പെടുന്നത്. ഇനി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചറിൽ 3 ബോക്സസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഗ്രീൻ ബോക്സ്, ബ്ലൂ ബോക്സ്, ആംബർ ബോക്സ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചറിൽ 3 ബോക്സസിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഗ്രീൻ ബോക്സ്, ബ്ലൂ ബോക്സ്, ആംബർ ബോക്സ്. ഗ്രീൻ ബോക്സ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ ഗവൺമെന്റ് അവിടുത്തെ ഫാമേഴ്സിന് എന്തെങ്കിലും സബ്സിഡീസ് കൊടുക്കുന്നു. ആൻഡ് ഈ കൊടുക്കുന്ന സബ്സിഡീസ് ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ട്രേഡിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നില്ല. നോട്ട് ഡിസ്റ്റോർട്ടിങ് ദ ട്രേഡ്, ട്രേഡ് റിലേഷൻസിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നില്ല. അതായത് ഇങ്ങനെ ഗവൺമെന്റ് ഫാമേഴ്സിന് സബ്സിഡീസ് കൊടുക്കുന്നത് മൂലം അത് ട്രേഡ് റിലേഷൻസിനെ ട്രേഡ് റിലേഷൻസിനെ അഫക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഏത് കാറ്റഗറിയിൽ വരും, ഗ്രീൻ ബോക്സിന്റെ കാറ്റഗറിയിൽ വരും.
സോ ഇവിടെ PM കിസാൻ സമ്മാൻ നിധിയിൽ എന്താണ് ചെയ്യുന്നത്? ലാൻഡ് ഓണേഴ്സ് ആയിട്ടുള്ള ഫാമേഴ്സിന് പെർ ഇയർ 6,000 റുപ്പീസ് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അല്ലാതെ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഇതിനകത്ത് സബ്സിഡീസ് ഒന്നും കൊടുക്കുന്നില്ല. ഇത് ഫാമേഴ്സിന് ഒരു ഡയറക്റ്റ് ഇൻകം ഹെൽപ്പായിട്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് സബ്സിഡീസ് ഒന്നും കൊടുക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നില്ല, ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഗ്രീൻ ബോക്സിന്റെ കാറ്റഗറിയിൽ വരുന്നത്. ഇനി അടുത്തത് ആംബർ ബോക്സ്. ആംബർ ബോക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഗവൺമെന്റ് കൊടുക്കുന്ന സബ്സിഡീസ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഗവൺമെന്റ് ഫെർട്ടിലൈസേഴ്സിനകത്ത് സബ്സിഡി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിക്കകത്ത് സബ്സിഡി കൊടുക്കുന്നു, അല്ലെങ്കിൽ സീഡ്സിനകത്ത് സബ്സിഡി കൊടുക്കുന്നു. ഇങ്ങനെ ഫാമേഴ്സിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, അവിടെ റെഡ്യൂസ് ചെയ്യും. ഇങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ ഫാമർ മറ്റ് രാജ്യങ്ങളിലുള്ള ഫാമേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് എന്തുണ്ട്, അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അതായത് ട്രേഡ് റിലേഷൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഡിസ്റ്റോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ആംബർ ബോക്സിൽ പെടുന്ന സബ്സിഡീസ് ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ സബ്സിഡീസ് ഓൺ ഫെർട്ടിലൈസർ, സോ ഫെർട്ടിലൈസർ സബ്സിഡി അല്ലെങ്കിൽ സീഡ്സിന്റെ സബ്സിഡി, അങ്ങനെയുള്ള എന്തെങ്കിലും സബ്സിഡീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫാമേഴ്സിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ കുറയ്ക്കും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞാൽ അവർക്ക് ചീപ്പ് റേറ്റിൽ അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. ഇത് ആർക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും, മറ്റ് രാജ്യങ്ങളിലുള്ള ഫാമേഴ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഇത് ആംബർ ബോക്സിലാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സബ്സിഡീസിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതാണെന്ത്, ബ്ലൂ ബോക്സ്. ബ്ലൂ ബോക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടീഷൻസോട് കൂടിയുള്ള ആംബർ ബോക്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ബ്ലൂ ബോക്സ്. സോ ആംബർ ബോക്സ് വിത്ത് കണ്ടീഷൻസ്, അതിനെയാണ് ബ്ലൂ ബോക്സ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫാമേഴ്സിന് സബ്സിഡീസ് അല്ലെങ്കിൽ എന്താണ് ഇൻസെന്റീവ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഒരു കണ്ടീഷൻ കൂടി വെച്ചിട്ടുണ്ട്. അതായത് പ്രൊഡക്ഷനെ എന്ത് ചെയ്യുന്നു, ഇവിടെ ലിമിറ്റ് ചെയ്യുന്നു. സോ ബ്ലൂ ബോക്സിന്റെ പരിധിയിൽപ്പെടുന്ന സബ്സിഡീസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു കണ്ടീഷൻ കൂടി വെച്ചിട്ടുണ്ട്. അതായത് പ്രൊഡക്ഷൻ, ഈ ഫാമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ എന്താണ്, ഇവിടെ ലിമിറ്റഡ് ആണ്. അതാണ് ബ്ലൂ ബോക്സ് എന്ന് പറയുന്നത്. സോ ഗ്രീൻ ബോക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുക്കുന്ന സബ്സിഡീസ് ട്രേഡിനെ എന്ത് ചെയ്യുന്നില്ല, ഡിസ്റ്റോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സബ്സിഡീസ് ഗ്രീൻ ബോക്സിലാണ്. ആംബർ ബോക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗവൺമെന്റ് കൊടുക്കുന്ന സപ്പോർട്ട്, ഫാമേഴ്സിന് കൊടുക്കുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ സബ്സിഡീസ് ട്രേഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റോർട്ട് ചെയ്യുന്നുണ്ട്. ഫെർട്ടിലൈസർ സബ്സിഡി, അതുപോലെ തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്, ഇതൊക്കെ എന്താണ്, ട്രേഡിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സപ്പോർട്ടാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് അത് ആംബർ ബോക്സിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ബ്ലൂ ബോക്സ് എന്ന് പറയുമ്പോൾ ആംബർ ബോക്സ് തന്നെയാണ്, പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ലിമിറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ആംബർ ബോക്സ് എന്ന് വിളിക്കുന്നത്, ബ്ലൂ ബോക്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following options is incorrect regarding the factors that inflamed the feelings of sepoys and led to the revolt of 1857? സോ ഇതിൽ ഏത് ഫാക്ടർ ആണ് ഇൻകറക്റ്റ്, അല്ലെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ന്യൂ എൻഫീൽഡ് റൈഫിൾ വിത്ത് കാട്രിഡ്ജസ് റൂമർഡ് ടു ബി ഗ്രീസ്ഡ് വിത്ത് കൗ ആൻഡ് pig fat, the doctrine of lapse which led to the annexation of Indian states, the implementation of the Western education system which was seen as a cultural imposition, the harsh treatment of Indian soldiers by the British officials including the lack of promotion opportunities. സോ ഇതിൽ ഏത് ഫാക്ടറാണ് ഷിപ്പോയ്സിനെ, റിവോൾട്ട് ഓഫ് 1857 ബന്ധപ്പെട്ട് ഷിപ്പോയ്സിന്റെ ഫീലിംഗ്സിനെ അഫക്റ്റ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം വിച്ച് വാസ് സീൻ ആസ് എ കൾച്ചറൽ ഇമ്പോസിഷൻ. ഇനി ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു പറഞ്ഞത്, ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ന്യൂ എൻഫീൽഡ് റൈഫിൾ വിത്ത് കാട്രിഡ്ജസ് റൂമർഡ് ടു ബി ഗ്രീസ്ഡ് വിത്ത് കൗ ആൻഡ് pig fat. സോ ഈ ഒരു ടൈമിൽ പുതിയൊരു എൻഫീൽഡ് റൈഫിൾ എന്ത് ചെയ്തു, മിലിറ്ററിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആൻഡ് ഈ എൻഫീൽഡ് റൈഫിളിന്റെ കാട്രിഡ്ജ് എന്ന് പറയുന്നത് ഗ്രീസ് ചെയ്തിരുന്നു. ആൻഡ് ഗ്രീസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് കൗ ഫാറ്റും പിഗ് ഫാറ്റും ആണെന്നുള്ള ഒരു റൂമർ എന്ത് ചെയ്തു, ഷിപ്പോയ്സിന്റെ ഇടയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നു. ഹിന്ദുസിനെ സംബന്ധിച്ച് കൗ എന്ന് പറയുന്നതാണ് സേക്രഡ് ആയിട്ടുള്ള ഒരു അനിമൽ ആണ്. ആൻഡ് മുസ്ലിംസിനെ സംബന്ധിച്ച് പിഗ് എന്ന് പറയുന്നതാണ് അവർക്ക് നിഷിദ്ധമായിട്ടുള്ള ഒരു അനിമൽ ആണ്. സോ അതുകൊണ്ട് തന്നെ ഹിന്ദുസിനെയും മുസ്ലിംസിന്റെയും റിലീജിയസ് സെന്റിമെന്റ്സിനെ എന്ത് ചെയ്തു, ഇത് ഒരുപോലെ അഫക്റ്റ് ചെയ്തു. ആൻഡ് ഇത് ഷിപ്പോയ്സിന്റെ ഇടയിൽ എന്തുണ്ടാക്കി, വളരെയധികം ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്തു.
ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് വിച്ച് ലെഡ് ടു ദി അനക്സേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇനി എന്താണ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത് ലോർഡ് ഡെൽഹൌസി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു എന്ത്? ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. സോ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് പ്രകാരം ഒരു ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റിലെ റൂളറിന് ഒരു മെയിൽ ഹെയർ ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു പുത്രൻ അനന്തരാവകാശിയായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ സാധിക്കും? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. സോ ഒരു ഇന്ത്യൻ റൂളറിന് അനന്തരാവകാശിയായിട്ട് ഒരു മെയിൽ സൺ ഇല്ല, ഒരു മകൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ത് ചെയ്യും? ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുക്കും. അതായിരുന്നു എന്ത്? ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലോർഡ് ഡെൽഹൌസി ആണ്. ഇങ്ങനെ ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ കയ്യിൽ നിന്ന് അവരുടെ രാജ്യം ബ്രിട്ടീഷേഴ്സ് പിടിച്ചെടുക്കുന്നത് ഷിപ്പോയ്സിന്റെ ഇടയിൽ എന്തുണ്ടാക്കിയിരുന്നു? അത്യാവശ്യം നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് ക്രിയേറ്റ് ചെയ്തിരുന്നു. സോ ഈ ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇനി അടുത്തതാണ് എന്ത്? ഓപ്ഷൻ സി. സോ ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? ഇംപ്ലിമെന്റേഷൻ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം വിച്ച് വാസ് സീൻ ആസ് എ കൾച്ചറൽ ഇമ്പോസിഷൻ. സോ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യൻസിന്റെ ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഷിപ്പോയ്സിനെ എന്ത് ചെയ്തിട്ടില്ല? ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ടാണ് എന്ത്? ഈ ഒരു ഓപ്ഷൻ ഇൻകറക്റ്റ് ആയിട്ട് മാറുന്നത്. അതായത് ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആയിട്ട് മാറുന്നത്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? ദ ഹാർഷ് ട്രീറ്റ്മെന്റ് ഓഫ് ഇന്ത്യൻ സോൾജേഴ്സ് ബൈ ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇൻക്ലൂഡിംഗ് ദ ലാക്ക് ഓഫ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ്. സോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആർമി എടുത്തു കഴിഞ്ഞാൽ അവിടെ മോർ ദാൻ 80% സോൾജേഴ്സ് എന്തായിരുന്നു? ഇന്ത്യൻസ് ആയിരുന്നു. പക്ഷെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറി അവരുടെ ബ്രിട്ടീഷ് കൗണ്ടർ പാർട്സിനെ നോക്കുമ്പോൾ വളരെ കുറവായിരുന്നു. ആൻഡ് അതുകൂടാതെ തന്നെ അവർക്ക് എന്തില്ലായിരുന്നു? പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലായിരുന്നു. അതായത് ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യൽ എത്തുന്ന പൊസിഷനിലേക്ക് ഒരിക്കലും ഒരു ഇന്ത്യൻ സോൾജേഴ്സിനെ എത്താൻ സാധിക്കില്ലായിരുന്നു. അതുകൂടാതെ ഇന്ത്യൻ സോൾജേഴ്സിനെ എന്താണ് സീക്കപ്പുറം, അതായത് വിദേശത്ത് ജോലി ചെയ്യാനും എന്ത് ചെയ്തിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർബന്ധിച്ചിരുന്നു. ആൻഡ് ആ ഒരു ടൈമിലെ ആ ഒരു എന്താണ് വിശ്വാസം അനുസരിച്ച് കടലിൽ കടന്നു കഴിഞ്ഞാൽ അവരുടെ ജാതി നഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസം ആ ഇടയിൽ ഇന്ത്യൻസിന്റെ ഇടയിലുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവരെ എബ്രോഡ് സെർവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെട്ടിരുന്നില്ല. സോ ഈ റീസണും എന്ത് ചെയ്യുന്നുണ്ട്? ഷിപ്പോയ്സിന്റെ ഇടയിൽ ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. Next question. Who among the following appoints the chairman of the National Human Rights Commission of India? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇതിൽ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. സോ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സണെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി NHRC അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് പാർലമെന്റ് പാസ്സാക്കിയ ഒരു ലോ പ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബോഡി, അതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. സോ NHRC എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പാർലമെന്റ് 1993 ഒരു ആക്ട് പാസ്സാക്കിയിരുന്നു. അതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993. ഈ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്? NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ കാണും, അതുപോലെ തന്നെ 5 മെമ്പേഴ്സ് കാണും. സോ ഒരു ചെയർപേഴ്സണും 5 മെമ്പേഴ്സും അടങ്ങുന്നതാണെന്ത്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. സോ ഇത് ടോട്ടൽ 6 മെമ്പേഴ്സ് ഉള്ള ഒരു 6 മെമ്പർ ബോഡിയാണ്. ഇനി ഈ ചെയർപേഴ്സണെയും മറ്റുള്ള 5 മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ്. ഇനി ചെയർപേഴ്സൺ ആയിട്ട് ഒരു പേഴ്സണെ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ എന്തായിരിക്കണം? ഒന്നെങ്കിൽ ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. സോ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ളതോ സെർവ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം. സോ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോർട്ടിലെ റിട്ടയർഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പൊ സെർവ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം. ഇനി ബാക്കിയുള്ള 5 മെമ്പേഴ്സ് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെമ്പർ എന്ന് പറയുന്നത് ആരായിരിക്കണം? റിട്ടയർഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പൊ സെർവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം. സോ റിട്ടയർഡ് ഓർ സെർവിംഗ് ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട്. സോ സുപ്രീം കോർട്ടിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ് അല്ലെങ്കിൽ ഇപ്പൊ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുപ്രീം കോടതി ജഡ്ജാണ് മറ്റ് 5 മെമ്പേഴ്സിലെ ഒരു മെമ്പർ എന്ന് പറയുന്നത്. അടുത്ത മെമ്പർ എന്ന് പറയുന്നത് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട്. സോ റിട്ടയർഡ്
ഓർ സെർവിങ് ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട്. സോ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിലെ റിട്ടയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന അല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന ഒരു ചീഫ് ജസ്റ്റിസ്. സോ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിലെ റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഇപ്പൊ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസ് ആണ് മറ്റൊരു മെമ്പർ എന്ന് പറയുന്നത്. ഇനി ബാക്കി 3 മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ റൈറ്റ്സിന്റെ ഈ ഒരു ഫീൽഡിൽ അത്യാവശ്യം എക്സ്പേർട്ടും നോളജും ഉള്ള പേഴ്സൺസ് ആയിരിക്കണം ബാക്കി 3 മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ബാക്കി 3 മെമ്പേഴ്സിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും എന്തായിരിക്കണം? വുമൺ ആയിരിക്കണം. ഇതാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ ചെയർപേഴ്സണെയും അതുപോലെ തന്നെ മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. പക്ഷെ അപ്പോയിന്റ് ചെയ്യപ്പെടേണ്ട ആളുകളുടെ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സെലക്ട് കമ്മിറ്റിയാണ്. അപ്പോയിന്റ് ചെയ്യപ്പെടേണ്ട ആളുകളുടെ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സെലക്ട് കമ്മിറ്റിയാണ്. സോ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സണെയും ബാക്കിയുള്ള മെമ്പേഴ്സിനെയും റെക്കമെൻഡ് ചെയ്യുന്ന സെലക്ട് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫേസ്റ്റ് വൺ എന്ന് പറയുന്ന ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരിക്കും. സോ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരിക്കും ഫേസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത്. ആൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ തന്നെയാണിത് ഈ ഒരു സെലക്ട് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. സോ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഒരു സെലക്ട് കമ്മിറ്റി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? NHRCയുടെ ചെയർമാനെയും ബാക്കിയുള്ള മെമ്പേഴ്സിനെയും നോമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രസിഡന്റിന് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൂടാതെ സ്പീക്കർ ഓഫ് ദി ലോക്സഭ. സോ ലോക്സഭ സ്പീക്കർ ഈ ഒരു സെലക്ട് കമ്മിറ്റിയിൽ മെമ്പർ ആയിരിക്കും. അതുകൂടാതെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദി രാജ്യസഭ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഈ ഒരു സെലക്ട് കമ്മിറ്റിയിൽ എന്താണ്? മെമ്പർ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് ദി ലോക്സഭ. സോ ലോക്സഭയിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ലീഡറും ഈ സെലക്ട് കമ്മിറ്റിയിൽ മെമ്പർ ആയിരിക്കും. ആൻഡ് അതുകൂടാതെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് ദി രാജ്യസഭ. സോ രാജ്യസഭയിലെ ലീഡർ ഓഫ് ഒപ്പോസിഷനും ഈ ഒരു സെലക്ട് കമ്മിറ്റിയിൽ മെമ്പർ ആയിരിക്കും. ആൻഡ് ഫൈനലി യൂണിയൻ ഹോം മിനിസ്റ്റർ. സോ യൂണിയൻ ഹോം മിനിസ്റ്ററും ഈ ഒരു സെലക്ട് കമ്മിറ്റിയിൽ മെമ്പർ ആയിരിക്കും. സോ ഇങ്ങനെ 6 പേരടങ്ങുന്ന ഒരു സെലക്ട് കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? NHRCയുടെ ചെയർമാനെയും മറ്റ് 5 മെമ്പേഴ്സിനെയും പ്രസിഡന്റിന് റെക്കമെൻഡ് ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരിക്കും ഈ ഒരു സെലക്ട് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അതുകൂടാതെ ബാക്കിയുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് ലോക്സഭാ സ്പീക്കർ, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ, ലോക്സഭയുടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ, രാജ്യസഭയുടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ, യൂണിയൻ ഹോം മിനിസ്റ്റർ. ഇത്രയും പേരടങ്ങുന്ന സെലക്ട് കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? NHRCയുടെ ചെയർമാനെയും ബാക്കി മെമ്പേഴ്സിനെയും റെക്കമെൻഡ് ചെയ്യുന്നത്. Next question, which statistical indicator is used to measure the depth of poverty by accounting for the extent to which the individuals fall below the poverty line? So ഇതിൽ ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിക്കേറ്റർ ആണ് പോവർട്ടിയുടെ എക്സ്റ്റെന്റ് അല്ലെങ്കിൽ ഡെപ്ത് മെഷർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോവർട്ടി ഹെഡ് കൗണ്ട് റേഷ്യോ, പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്, ഗിനി കോഎഫിഷ്യന്റ് ആൻഡ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് ആണ്. സോ പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഡെപ്ത് ഓഫ് പോവർട്ടി മെഷർ ചെയ്യുന്നത്. സോ പോവർട്ടി എത്രമാത്രമുണ്ട്, പോവർട്ടിയുടെ ഡെപ്ത് അല്ലെങ്കിൽ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് എന്ത്? പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പോവർട്ടി ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോവർട്ടി ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീപ്പിൾ ബിലോ ദി പോവർട്ടി ലൈൻ. സോ നമ്പർ ഓഫ് പീപ്പിൾ ബിലോ ദി പോവർട്ടി ലൈൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി. സോ പോവർട്ടി ലൈനിന്റെ താഴെയുള്ള നമ്പർ ഓഫ് പീപ്പിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? പോവർട്ടി ഹെഡ് കൗണ്ട് റേഷ്യോ. ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? പോവർട്ടി ഹെഡ് കൗണ്ട് റേഷ്യോ. നമ്പർ ഓഫ് പീപ്പിൾ ബിലോ ദ പോവർട്ടി ലൈൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements is or are correct regarding the round table conferences held from 1930 to 1932? 1930 മുതൽ 1932 വരെ നടന്നിട്ടുള്ള റൗണ്ട് ടേബിൾ കോൺഫറൻസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, the round table conferences were held to discuss constitutional reforms and India's future government under the British rule. Second statement, Mahatma Gandhi attended only the second round table conference in 1931. So ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ only A, ഓപ്ഷൻ ബി only B, ഓപ്ഷൻ സി both A and B, ഓപ്ഷൻ ഡി neither A nor B. സോ ഇതിൽ
കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോത്ത് എ ആൻഡ് ബി. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ റൗണ്ട് ടേബിൾ കോൺഫറൻസസ് വെർ ഹെൽഡ് ടു ഡിസ്കസ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആൻഡ് ഇന്ത്യസ് ഫ്യൂച്ചർ ഗവൺമെന്റ് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. സോ റൗണ്ട് ടേബിൾ കോൺഫറൻസസ് വിളിച്ചു കൂട്ടിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ടോട്ടൽ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. സോ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ആണ് നടന്നിട്ടുള്ളത്. ആൻഡ് ഈ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസും പ്രിസൈഡ് ചെയ്തത് അല്ലെങ്കിൽ ഇതിന് അധ്യക്ഷത വഹിച്ചത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള റാംസെ മക്ഡൊണാൾഡ് ആണ്. സോ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള റാംസെ മക്ഡൊണാൾഡ് ആണ് എന്ത് ചെയ്യുന്നത്? 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസും പ്രിസൈഡ് ചെയ്ത്. ആൻഡ് ഈ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസും നടന്ന പ്ലേസ് എന്ന് പറയുന്നത് ലണ്ടനിലാണ്. സോ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസും ലണ്ടനിലാണ് നടന്നത്. ആൻഡ് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസും പ്രിസൈഡ് ചെയ്തത്, അധ്യക്ഷത വഹിച്ചത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു. സോ ഇത് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചു കൂട്ടിയിട്ടുള്ള കോൺഫറൻസ് ആണ് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? മഹാത്മാഗാന്ധി അറ്റൻഡഡ് ഓൺലി ദ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇൻ 1931. സോ ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മഹാത്മാഗാന്ധി രണ്ടാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഇൻഫാക്ട് ഈ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസുകളിൽ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് മാത്രമാണ് എന്ത് ചെയ്തത്? കോൺഗ്രസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ മാത്രമാണ്. ആൻഡ് ഈ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏക റെപ്രസെന്റേറ്റീവ് ആയിട്ട് പോയത് മഹാത്മാഗാന്ധി ആയിരുന്നു. സോ മഹാത്മാഗാന്ധിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സോൾ റെപ്രസെന്റേറ്റീവ് ആയിട്ട് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ എന്ത് ചെയ്തത്? പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആൻഡ് ഈ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. സോ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസും അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements is incorrect about the fundamental rights of the Indian Constitution? സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസബിൾ, മീനിങ് ഇൻഡിവിജ്വൽസ് ക്യാൻ അപ്രോച്ച് ദ കോർട്സ് ഫോർ എൻഫോഴ്സ്മെന്റ്. ഓപ്ഷൻ ബി, ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഗ്യാരണ്ടീഡ് അണ്ടർ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. Option C, the fundamental rights apply to all citizens and some also apply to foreigners. Option D, the fundamental rights can be restricted during a state of emergency under certain conditions. So, ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസബിൾ, മീനിങ് ദി ഇൻഡിവിജ്വൽസ് ക്യാൻ അപ്രോച്ച് ദ കോർട്ട് ഫോർ എൻഫോഴ്സ്മെന്റ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നതാണ് ജസ്റ്റിസബിൾ ആണ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു ഇൻഡിവിജ്വലിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഒരു ഇൻഡിവിജ്വലിന് ജുഡീഷ്യറിയെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആർട്ടിക്കിൾ 32 പ്രകാരം, സോ ആർട്ടിക്കിൾ 32 പ്രകാരം ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 226 പ്രകാരം എന്ത് ചെയ്യാൻ സാധിക്കും? ഡയറക്റ്റ് ആയിട്ട് ഹൈക്കോർട്ടിനെയും അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു ഇൻഡിവിജ്വലിന് അയാളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32 പ്രകാരം ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. ആർട്ടിക്കിൾ 226 പ്രകാരം ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഗ്യാരണ്ടീഡ് അണ്ടർ പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്, സോ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. എന്നാൽ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978, സോ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978 എന്ത് ചെയ്തു? റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാതാക്കി മാറ്റി. സോ റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3യിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുള്ള അമെൻമെന്റ് ആണെന്ത്? 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978. 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978 റൈറ്റ് ടു പ്രോപ്പർട്ടിയെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3യിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്തു? മറ്റൊരു സ്ഥലത്ത് പാർട്ട് 12ൽ കൊണ്ടുചെന്ന് പ്ലേസ് ചെയ്തു. സോ പാർട്ട് 3യിലായിരുന്നു ഒറിജിനലി റൈറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത്. എന്നാൽ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് എന്ത് ചെയ്തു? പാർട്ട് 3യിൽ നിന്ന് റൈറ്റ് പ്രോപ്പർട്ടി റിമൂവ് ചെയ്തു. പകരം എന്ത് ചെയ്തു? പാർട്ട് 12ൽ റൈറ്റ് പ്രോപ്പർട്ടി പ്ലേസ് ചെയ്തു. സോ ഇപ്പോ റൈറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 300A പാർട്ട് 12 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 300Aയിൽ,
സോ ആർട്ടിക്കിൾ 300A വെറും ഒരു ലീഗൽ റൈറ്റ് മാത്രമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ റൈറ്റ് പ്രോപ്പർട്ടി ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, മറിച്ച് വെറും ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ് അണ്ടർ ആർട്ടിക്കിൾ 300A ഓഫ് പാർട്ട് 12 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. സോ ഫണ്ടമെന്റൽ റൈറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, മറിച്ച് എന്താണ്, ആർട്ടിക്കിൾ 300A പ്രകാരം വെറും ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്. സോ അടുത്ത ഓപ്ഷൻ എന്താണ്, ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് അപ്ലൈ ടു ഓൾ സിറ്റിസൺസ് ആൻഡ് സം ഓൾസോ അപ്ലൈ ടു ഫോറിനേഴ്സ്. സോ എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും എല്ലാ സിറ്റിസൺസിനും എന്താണ്, ആപ്ലിക്കബിൾ ആണ്. എന്നാൽ ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫോറിനേഴ്സിനും അവൈലബിൾ ആണ്. ഇനി സോ വിച്ച് മീൻസ് എന്താണ്, ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് സിറ്റിസൺസിന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാ സിറ്റിസൺസിനും അവൈലബിൾ ആണ് ആൻഡ് ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫോറിനേഴ്സിനും അവൈലബിൾ ആണ്. സോ ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫോറിനേഴ്സിന് അവൈലബിൾ ആണ്. അതിന്റെ അർത്ഥം എന്താണ്, ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് സിറ്റിസൺസിന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓൺലി ടു ദ സിറ്റിസൺസ്, സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 15, സോ ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30. ഈ 5 ഫണ്ടമെന്റൽ റൈറ്റ്സും സിറ്റിസൺസിന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫോറിനേഴ്സിന് എന്നല്ല ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നും തന്നെ അവൈലബിൾ അല്ല. സോ ഈ 5 ഫണ്ടമെന്റൽ റൈറ്റ്സ് 15, 16, 19, 29, 30 ഈ 5 ഫണ്ടമെന്റൽ റൈറ്റ്സും സിറ്റിസൺസിന് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ഫോറിനേഴ്സിനല്ല ആപ്ലിക്കബിൾ അല്ല. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി റെസ്ട്രിക്റ്റഡ് ഡ്യൂറിംഗ് എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. സോ നാഷണൽ എമർജൻസി ഡിക്ലെയർ, സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. കാരണം ആർട്ടിക്കിൾ 352 പ്രകാരം, സോ ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുകയാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്ത് വരും, ചില കേസസിൽ റെസ്ട്രിക്ഷൻ വരും. സോ ആർട്ടിക്കിൾ 352 പ്രകാരം ഒരു എക്സ്റ്റേണൽ എമർജൻസിയാണ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സോ നാഷണൽ എമർജൻസിയെ എക്സ്റ്റേണൽ എമർജൻസിന്നും ഇന്റേണൽ എമർജൻസിന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സ്റ്റേണൽ എമർജൻസി എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 352 പ്രകാരം വോറിന്റെയോ എക്സ്റ്റേണൽ അഗ്രഷന്റെയോ ഗ്രൗണ്ട്സിൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് വിളിക്കും, എക്സ്റ്റേണൽ എമർജൻസി എന്ന് വിളിക്കും. അതേസമയം ആം റെബല്യന്റെ ഗ്രൗണ്ട്സിൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇന്റേണൽ എമർജൻസി എന്ന് വിളിക്കും. സോ ആർട്ടിക്കിൾ 358 പ്രകാരം, സോ ആർട്ടിക്കിൾ 358 പ്രകാരം ആർട്ടിക്കിൾ 352 പ്രകാരം, സോ ആർട്ടിക്കിൾ 358 പറയുന്നത് പ്രകാരം എക്സ്റ്റേണൽ എമർജൻസി ആണ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 19 പ്രൊവൈഡ് ചെയ്യുന്ന 6 ഫ്രീഡവും എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആവും. സോ ആർട്ടിക്കിൾ 19 പ്രൊവൈഡ് ചെയ്യുന്ന 6 ഫ്രീഡവും എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആകും. സോ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് വോറിന്റെയോ എക്സ്റ്റേണൽ അഗ്രഷന്റെയോ ഗ്രൗണ്ട്സിലാണെങ്കിൽ, അതായത് എക്സ്റ്റേണൽ എമർജൻസി ആണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 358 പ്രകാരം ആർട്ടിക്കിൾ 19 പ്രൊവൈഡ് ചെയ്യുന്ന 6 ഫ്രീഡവും എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആകും. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 359 പറയുന്നത് പ്രകാരം വേണമെന്നുണ്ടെങ്കിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രസിഡൻഷ്യൽ ഓർഡർ വഴി ആർട്ടിക്കിൾ 20-ഉം ആർട്ടിക്കിൾ 21-ഉം ഒഴികെയുള്ള ബാക്കി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്യാൻ സാധിക്കും, ബാക്കി ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എൻഫോഴ്സ്മെന്റ് എന്ത് ചെയ്യാൻ സാധിക്കും, സസ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആർട്ടിക്കിൾ 359 എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സമയത്ത്, എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് ഒരു പ്രസിഡൻഷ്യൽ ഓർഡർ വഴി ആർട്ടിക്കിൾ 20-യുടെയും ആർട്ടിക്കിൾ 21-ഉം ഒഴികെയുള്ള ബാക്കി ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എൻഫോഴ്സ്മെന്റ് എന്ത് ചെയ്യാൻ സാധിക്കും, സസ്പെൻഡ് ചെയ്യിക്കാനായിട്ട് സാധിക്കും എന്നാണ് ആർട്ടിക്കിൾ 359 പറയുന്നത്. അതായത് എമർജൻസിയുടെ സമയത്ത് എന്ത് ചെയ്യാൻ സാധിക്കും, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് എടുത്തിരുന്ന ക്വസ്റ്റ്യൻസ്. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് സെഷനിൽ മറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്